മക്കളെ എല്ലാവർക്കും നമസ്കാരം. കണ്ടില്ലേ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ സദ്യയ്ക്ക് ഊണിനുമൊക്കെ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു മോര് കറി അല്ലെങ്കിൽ പുളിശ്ശേരി എന്നൊക്കെ പറയും. അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. തെക്കൻ കേരളത്തിൻ്റെ തനതായ ശൈലിയിൽ അതേ ടേസ്റ്റിൽ പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് പ്രത്യേക രുചിക്കൂട്ടാൽ തയ്യാറാക്കിയിരിക്കുന്നതാണ്. ഇത് കഴിക്കാത്തവരും കഴിക്കും. നല്ല ടേസ്റ്റാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ കറി തയ്യാറാക്കാം. അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പം മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നതിന് ഇനിയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മക്കളെ. അപ്പം നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ഞാൻ രുചികരമായി ചെയ്തിരിക്കുന്നത് പ്രത്യേക രീതിയിൽ നിന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഞാൻ മക്കളെ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 2-3-4 പച്ചമുളക് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കടുക് വറക്കാനാണ്. പിന്നെ ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് കറിവേപ്പില, പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി വീണ്ടും എടുത്തിട്ടുണ്ട്. ഒരു 200 ഗ്രാം തൈരാണ്, നല്ല കട്ട തൈരാണ് ഞാനിവിടെ തയ്യാറാക്കിയതാണ്. പിന്നെ ഒരു അരമുറി തേങ്ങ, 200 ഗ്രാം ആണ്ട് അരമുറി മതി. പിന്നെ ജീരകം, പിന്നെ ഉലുവപ്പൊടി, ഉലുവ, പിന്നെ വറ്റൽമുളക്, കടുക് താളിക്കാൻ, പിന്നെ കടുക്, പിന്നെ കായപ്പൊടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമുക്കിത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ ഈ ചെറിയ ഉള്ളിയും ജീരകവും മഞ്ഞൾപ്പൊടിയും കൂടാണ്. നമ്മൾ സാധാരണ വെളുത്തുള്ളി മോര് കറിക്കൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ. ചെറിയ ഉള്ളിയും ജീരകവുമാണ് നമ്മുടെ സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പോൾ അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി 1/4 സ്പൂൺ ഇട്ട് നല്ല ഫൈൻ ആയിട്ട് അരച്ച് കൊണ്ടും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുകൊണ്ട് വരാം. ആ സമയത്ത് നമ്മുടെ ചട്ടി ചൂടായി അതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് മൂത്തപ്പോൾ അതിലേക്ക് 1/4 സ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ 1/4 സ്പൂൺ ഉലുവയും കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവയാണ്, ജീരകമല്ല, ഉലുവ. എന്നിട്ട് ഇതിലേക്ക് ഇഞ്ചിയും നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് കാണിക്കാൻ വിട്ടുപോയി. ഇഞ്ചി ചതച്ചാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളകും കൂടെ, ഇഞ്ചി ചെറിയ ഉള്ളിയും ചെറുതായിട്ട് മൂത്ത് കഴിഞ്ഞ് പച്ചമുളകും കൂടെ ചതച്ചിട്ട് കൊടുത്തു. അപ്പോൾ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചതച്ചിട്ടാൽ പ്രത്യേക ടേസ്റ്റും മണവും ഒക്കെയാണ് കേട്ടോ. അതൊരു പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം പച്ചമുളകും എല്ലാം ചതച്ചിട്ട് മൂക്കുമ്പോൾ നല്ല ടേസ്റ്റായി മോര് കറി കൂടെ. ആ സമയത്ത് അതെല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മളിതിലേക്ക് വറ്റൽമുളക് ഇട്ടുള്ളൂ. വറ്റൽമുളക് ലാസ്റ്റ് ഇടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ബാക്കിയെല്ലാം മൂത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ലാസ്റ്റ് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല ഫ്ലേവറും ടേസ്റ്റുമാണ്. പിന്നെ നമ്മൾ ഉള്ള കറിവേപ്പില അങ്ങോട്ട് ചൂടൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കറിവേപ്പിലാണ് കുറവാണ്. ഇപ്പോൾ ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ 1/4 സ്പൂൺ ജീരകം കണക്കാക്കിയെടുത്ത് ആ 1/4 സ്പൂണിൻ്റെ പകുതി അരയ്ക്കാനും എടുത്ത് പകുതി ഇതിൻ്റെ ഈ എണ്ണയ്ക്കകത്തോട്ട് മൂപ്പിക്കുന്നുണ്ട്. കാരണം നല്ലൊരു ടേസ്റ്റും ഫ്ലേവറുമാണ് ഇങ്ങനെ നമ്മൾ ജീരകം ചേർത്താൽ. അപ്പം ഇതിലേക്ക് നമ്മളിനി ഒരു 1/4 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ടേസ്റ്റിന് വേണ്ടിയാണ് കായപ്പൊടി അതിൻ്റെ ഇടയ്ക്കോട്ട് ചേർത്തിട്ട് മൂത്ത് കഴിയുമ്പോൾ ആ മണവും ആ ടേസ്റ്റും ഒന്ന് വേറെയാണ് കേട്ടോ. നമ്മൾ ഇനിയും ഈ കറിക്ക് നമ്മൾ കടുക് വറക്കേണ്ട കാര്യമില്ല. ഇതേ രീതിയിൽ കടുക് താളിച്ചാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ അരപ്പെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ ഈ താളിപ്പെല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ചു കൊണ്ടുവന്ന് അരപ്പ് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ മിക്സിയും കഴുകി ആവശ്യത്തിനുള്ള 200 ഗ്രാം മോരിനുള്ള പിന്നെ അരപ്പ് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് കൈവിടാതെ ഇളക്കണം. സാധാരണ എല്ലാവരും പറയും തേങ്ങ പിരിഞ്ഞു പോകുമെന്നൊക്കെ. ഇനി നമ്മൾ കൈവിടാതെ ഇളക്കി നമ്മൾ മീനിനൊക്കെ തേങ്ങ അരച്ച് വെക്കുമ്പം പക്ഷെ നമ്മൾ കൈവിടാതെ ഇളക്കിയാൽ മീൻ പൊടിഞ്ഞു പോകും. പക്ഷേ ഇതിനങ്ങനല്ല. ഈ മോരുകറിക്കൊക്കെ എന്ന് പറയുമ്പം പിരിഞ്ഞൊരു സൈഡിൽ കിടക്കും, പിരിഞ്ഞ് ഇരിക്കും എന്നൊക്കെ പറയും. പക്ഷെ നമ്മൾ ചെയ്തിട്ട് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ. ഇങ്ങനെ കൈവിടാതെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ അരപ്പ് പിന്നെ നമ്മുടെ ഉള്ളി തേങ്ങയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ സമയത്ത് നമ്മൾ ആ മോര് മിക്സിക്കകത്തിട്ടൊന്ന് അടിച്ചായിരുന്നു കേട്ടോ. ആ മിക്സിക്കകത്തിട്ട് അടിച്ച മോര് നമ്മൾ ഇതിലേക്കങ്ങ് ഒഴിച്ചു കൊടുക്കുമേ. കണ്ടില്ലേ, കട്ടി മോരാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതിനൊക്കെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആ മിക്സിയും കൂടെ കഴുകി ഇതിനകത്തോട്ട് അങ്ങ് ഒഴിക്കും. കണ്ടില്ലേ, ഒഴിച്ചിട്ട് നമ്മൾ പിന്നെ ഇതിനെയൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കും. നമ്മൾ ചൂടായില്ല, അതിന് മുമ്പേ നമ്മൾ പിന്നെ ഒഴിച്ചു കൊടുക്കുവാണ്. എന്നിട്ട് നമ്മൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കണം. പിന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പ് നോക്കിയായിരുന്നു, ഇടയ്ക്ക് ഉപ്പ് നോക്കി കാണിക്കാൻ വിട്ടുപോയി.
പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്താലൊന്ന് കാണിക്കാൻ വിട്ടു. ഒരു ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ് ഇതേ രീതിയിൽ തയ്യാറാക്കില്ല. അപ്പം ഞാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. നല്ല ഒരു മോരുകറിയാണ്. ചോറ് നമ്മൾ മോര് കഴിക്കാത്തവരും ഈ ഒരു മോരും എന്തെങ്കിലും ഒരു മീൻ പീരയും അല്ലെങ്കിൽ ഒരു അവിയലോ തോരനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇഷ്ടം പോലെ വയറ് നിറഞ്ഞ് ചോറ് കഴിക്കാൻ പറ്റുന്ന അതേ രീതിയിലുള്ള നല്ലൊരു കറിയാണ്. മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചെയ്ത് നോക്കുക. എന്നിട്ട് പഴയതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. എല്ലാവരും സുഖവും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുക.